പണക്കാരോട് സക്കാത്ത് വാങ്ങിയിട്ട് മൗലൈമാര് അതിന്റെ കണക്ക് പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ കണക്കൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. മുൻ വർഷത്തെ ബാക്കി 41,160. കഴിഞ്ഞ കൊല്ലം കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാണ്ട് അവിടെ വെച്ചിട്ടേ കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ബാക്കിയുണ്ടല്ലോ, ആൾക്കാരോട് പിരിച്ചെടുത്തിട്ട് കൊടുക്കാണ്ട് സൂക്ഷിച്ചിരിക്കാണ് മൗലവിമാർ ഇതിന് ബാങ്കിൽ കൊണ്ടിട്ട് പലിശ വാങ്ങാനേ. അതാണ് മുൻ വർഷത്തെ ബാക്കി 41,160. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. ഇനി അടുത്ത വരവ് കേട്ടോളി. സക്കാത്ത് ഫണ്ടിലേക്ക് അടുത്ത വരവ് ബാങ്ക് പലിശ 939. എങ്ങനെയാണ് മുജാഹിദ് വന്നത്? ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കുക, നിങ്ങൾ ഇമാമിങ്ങളെ തള്ളുക, മുൻഗാമികളെ തള്ളുക. ഓ മൗലൈമാരേ, അല്ലാഹുൽ ബൈഅ വഹറമ റിബാ, അല്ലാഹു തആല ഹറാമാക്കി, പലിശ ഹറാമാക്കി എന്ന് ഒരു സംശയത്തിനും ഇടമില്ലാതെ ഖുർആൻ പറഞ്ഞിട്ട് നിങ്ങളെ കമ്മിറ്റിയിൽ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് സാധാരണക്കാരെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് പലിശ വാങ്ങുന്നതിന്റെ കണക്ക് പരസ്യമായി നിങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ലേ ഇത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇത് വരവിന്റെ കണക്കാണ്, ചെലവിന്റെ കണക്ക് കേൾക്കണോ? മുജാഹിദ് സക്കാത്ത് ചെലവാക്കുന്നത് എങ്ങനെ? അവിടെയാണ് ഒരു കാര്യം പറയാ. ആദ്യം ഇതിന്റെ 14-ാം പേജ് ഒന്ന് വായിക്കാം. അതിലെന്താണുള്ളത്? സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത്? 14-ാം പേജ് വെക്കട്ടവനെ. സക്കാത്ത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും. അടുത്ത് കേട്ടോളെ. ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. അതാരാ? മൗലവിമാരെന്നെ. അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. പിന്നെ ബ്രാക്കറ്റിൽ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും വഴി പോക്കനും മാത്രമാണ്. ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആയത്ത്. എന്നാ ആയത്തനുസരിച്ച് ജീവിക്കുന്ന കണ്ടോ നിങ്ങള്? കണക്ക് വെക്കുവനെ. സക്കാത്തിന്റെ കണക്ക് വരട്ടെ. എന്താ കണക്ക് കേട്ടോളി? ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. അത് ഈ ആയത്തിലുണ്ടോ നോക്കിയട്ടെ. നേരത്തെ പറഞ്ഞ ആയത്തിൽ പ്രിന്റിംഗ് പ്രസ് ഉണ്ടോ നോക്കിയേ. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ പ്രിന്റിംഗ്. ഇങ്ങനെ പ്രിന്റിംഗ് ചാർജ് കൊടുക്കാൻ കുറവാണല്ലോ. പ്രിന്റിംഗ് ചാർജ് 930, 520. കടം വീട്ടാൻ സഹായം 4,500. മരുന്ന് ഓപ്പറേഷൻ തുടങ്ങിയവ ആയിരിക്കും സുഖമില്ലാത്തവർക്കെന്നെ. പിന്നെ വീട് നിർമ്മാണം, റിപ്പയർ, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, വീട് വൈദ്യുതീകരിക്കുന്നതിന് ഏത് മൗലവിന്റെ വീടാ പഠിച്ചവനെ, പഠനത്തിനും സഹായം, കളവ് അറിയാൻ സഹായം ഉണ്ടോ? സാമ്പത്തിക സഹായം നൽകിയത് വേറെ. ഇതുവരെ ഉള്ളതിന് എന്ത് സഹായനും? സാമ്പത്തിക സഹായത്തിന് വേറൊരു കണക്ക്. ഇതുവരെ ഉള്ളതിന് എന്തേനു? മാസത്തിലരിയും മറ്റും സഹായം നൽകിയത്. പിന്നെ കേന്ദ്രവിഹിതം. പിന്നെ കഴിച്ചു ബാക്കി. ആരാനോട് സക്കാത്ത് പിരിച്ചെടുത്തിട്ടേ പിന്നെ കഴിച്ചു ബാക്കി. എന്ത് കഴിച്ചിട്ട് ബാക്കി? മൗലവിമാർക്കോ കഴിച്ചിട്ട് ബാക്കിയോ? ഇത് ഞാൻ മുസ്ലിം ഉമ്മത്തിനെ മൗലവിമാര് വഞ്ചിക്കുന്ന വഞ്ചന തെളിവ് സഹിതം അവര് പ്രസിദ്ധീകരിച്ച പുസ്തകമെടുത്ത് ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കണക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഇവിടെ വായിക്കട്ടെ, കേട്ടോളൂ. വരവ് ചെലവ് കണക്ക് ഇശാഅത്തുൽ ഇസ്ലാം സക്കാത്ത് കമ്മിറ്റി ആലത്തൂര്. സക്കാത്ത് 1,98,22. കാർഷിക വിളകളുടെ സക്കാത്ത് 3,385. ഫിത്ർ സക്കാത്ത് 1,14,069. അങ്ങനെടോ ഫിത്ർ സക്കാത്ത് അരിയോ ഗോതമ്പോ മറ്റോ അല്ലേ കൊടുക്കണ്ടേ? അങ്ങനെ 1,00,000 അരി. പിന്നെ ഏതാ കാണുന്ന ഉളുഹിയത്ത് സക്കാത്താ. ഉളുഹിയത്ത് 1,22,600. പിന്നെന്താ അറിയോ? എല്ല് വിറ്റത്. സക്കാത്തിന്റെ വണ്ടിയിലേക്ക്, സക്കാത്ത് കമ്മിലേക്ക് എല്ല് വിറ്റത്. പിന്നെ തോല് വിറ്റത്. സുബ്ഹാനല്ലാഹ്. ഉളുഹിയത്തിന്റെ മാംസത്തിന്റെ തോല് വിൽക്കാമോ? എന്തൊക്കെയാ ചെയ്യുന്നത്? ഉളുഹിയത്ത് അറുത്തവന്റെ ഉളുഹിയത്തും നഷ്ടപ്പെടുത്തിയില്ലേ? ആഖിറത്തിൽ ചെന്ന് നോക്കിയാ എല്ലും തോലുമല്ലാതെ ബാക്കിയുണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. പിന്നെ ഇതിന്റെ ചെലവിന്റെ കണക്ക് കേൾക്കണോ നിങ്ങൾക്ക്?
മുൻവർഷം സക്കാത്ത് അധിക ചെലവ്, മുൻവർഷം ഉദ്ഹിയ്യത്ത് അധിക ചെലവ്. 1076, 4556, 29 പേർക്ക് ചികിത്സാ സഹായം, 5 വനിതകൾക്ക് തയ്യൽ മെഷീൻ, 4 പേർക്ക് ആട്, 2 പേർക്ക് കച്ചവടത്തിൽ, 8 പേർക്ക് കക്കൂസ് നിർമ്മാണം, 4 പേർക്ക് വീട് റിപ്പയർ ചെയ്യാൻ, 4 പേർക്ക് കടം വീട്ടാൻ, നിർധനർക്ക് വീട് തറ, വാനൂര് ദയാപുരം. മദ്രസക്ക് ധനസഹായം. മദ്രസക്ക് കൊടുക്കാൻ പറ്റുമോ സക്കാത്തിന്റെ പൈസ എടുത്തിട്ട്? പിന്നെയോ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിക പ്രബോധനം വെറുതെ കൊടുക്കാതെ, അതാണ്. പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഫിത്ർ സക്കാത്ത് ബിരിയാണി അരി, പിന്നെ ഉമഹിയത്ത് 20 ഉരുക്കളുടെ വില, അറവ് കൂലി, വാഹന വാടക, മറ്റിനും ചികിത്സാ സഹായം, നീക്കിയിരിപ്പ്, ബാക്കി കയ്യിരിപ്പ് കണക്കാ. നിങ്ങളൊന്നാലോചിച്ചു.